ക്ഷമിക്കുവിൻ, നിങ്ങളോടും ക്ഷമിക്കപ്പെടും. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. ക്ഷമിക്കുവാനും കരുണയുള്ളവരായിരിക്കുവാനും ഇന്നത്തെ സുവിശേഷം നമ്മെ ക്ഷണിക്കുന്നു. അനുദിന ജീവിതത്തിൽ ഒത്തിരിയേറെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നാം ഓരോരുത്തരും. പലപ്പോഴും നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും പലരെയും മുറിപ്പെടുത്തുന്നുണ്ട്, മറുവശത്ത് നല്ലതും പ്രദാനം ചെയ്യുന്നുണ്ട്. ഈ വചനഭാഗം നമ്മിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടത്തിലേക്ക് നയിക്കുന്നു. നാം നമ്മുടെ സഹോദരങ്ങളോടും അയൽക്കാരോടും ക്ഷമിക്കാതെ പോയ നിമിഷങ്ങൾ, ഒരു സഹായം ചോദിച്ചപ്പോൾ കാരുണ്യമില്ലാതെ പ്രവർത്തിച്ച നിമിഷങ്ങൾ എന്നിവയിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടത്തിലേക്ക്. തുടർന്ന് അവയെല്ലാം മനസ്സിലാക്കി ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ആശ്രയിക്കുവാനും അതുവഴി എല്ലാവരോടും ക്ഷമിക്കുവാനും കാരുണ്യത്തിൽ പെരുമാറുവാനും നമ്മെ ക്ഷണിക്കുന്നു. മറ്റുള്ളവർ നമ്മോട് എന്ത് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അവ ആദ്യം അവരോട് ചെയ്യുക. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. അളവുകോൽ നമ്മുടേതാകുമ്പോൾ ഈ പറഞ്ഞവയെല്ലാം അസാധ്യമാണ്. എന്നാൽ അളവുകോൽ ക്രിസ്തുവിൻ്റേതാകുമ്പോൾ അവൻ്റെ അനന്തമായ സ്നേഹത്തിലും കരുണയിലും ആനന്ദിക്കുവാനും നമുക്ക് സാധിക്കും. അതുവഴി എല്ലാവരോടും അതുപോലെ സ്നേഹത്തിലും കാരുണ്യത്തിലും വർത്തിക്കുവാൻ നമുക്ക് സാധിക്കും. അതിനാൽ പ്രിയരെ, നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നോട് പൊറുക്കണമേ. എന്നെ വേദനിപ്പിക്കുന്നവരോട് ക്ഷമിക്കുവാനും കാരുണ്യത്തിൽ വർത്തിക്കുവാനും കൃപ നൽകണമേ. ആമേൻ.